കൊണ്ടുറക്കമാണോ ചൂടുണ്ടോ പതിനെട്ട് വയസ്സിൽ തുടങ്ങിയതാണ് ഈ മീൻപിടുത്തം. അതിവിടെ വന്നേ പിന്നെ എൻ്റെ നാട്ടിലല്ല, ഞാൻ ഈ നാട്ടിൽ വന്ന് എന്നെ കൊണ്ടുവന്നേക്കണതാണ്. ഇവിടെ വന്ന് പഠിച്ചതാണ് ഞാൻ. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ വെള്ളത്തിൽ നടപ്പുണ്ട്. ഈ മീൻ പഠിച്ച് ആണ് പിന്നെ ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോയത്. അത് കൈകൊണ്ടാണ് മീൻ പിടിക്കുന്നത്. മരപ്പള്ളത്തി, ചെമ്മീൻ, കാരച്ചെമ്മീൻ, പിന്നെ ചൂടൻ ചെമ്മീൻ, തെള്ളിച്ചെമ്മീൻ, അങ്ങനെയുള്ള ചെമ്മീനൊക്കെ ഇതുമൊക്കെ ഈ കൈകൊണ്ട് പിടിച്ചാൽ ഞങ്ങൾ ചിലവ് കഴിഞ്ഞുകൊണ്ടിരിക്കണം. ഞങ്ങൾ ഇവിടെ നിന്ന് നേരം വെളുക്കുമ്പോൾ ഒരു പോക്ക് പോകും. അത് കൊണ്ടുവന്ന് മാർക്കറ്റിൽ കൊടുത്തിട്ട് വീട്ടിൽ പിള്ളേർക്കുള്ള ആഹാരം കൊണ്ടുവന്ന് കൊടുത്തേച്ചും അന്നേരെ പോകും. പകൽ രാവും പകലും ഉറക്കം ഉണ്ടായിട്ടില്ല, ക്ഷീണവും ഇല്ല. 25 വയസ്സായിക്ക് ഞങ്ങൾ മരപ്പള്ളത്തി വിറ്റിട്ടുണ്ട്. 10 രൂപയ്ക്കും 15 രൂപയ്ക്കും ഒക്കെ മീൻ പിടിച്ചാണ് ഞങ്ങൾ കഴിഞ്ഞത്. ഇപ്പോഴത്തെ കാലമൊന്നുമില്ല. ഇപ്പോൾ ഇഷ്ടം പോലെ കിട്ടിയാൽ ഇഷ്ടം പോലെ കാശ് കിട്ടും. അന്ന് ഞങ്ങൾക്ക് കാശ് കിട്ടിയാലോ കൂടി വന്നാൽ 30 രൂപ. നേരം വെളുത്താൽ വൈകോളം നടന്നാൽ 30 രൂപ കിട്ടും. അതുകൊണ്ടാണ് ഞങ്ങൾ ജീവിച്ചിരുന്നത്. പേരക്കുട്ടികളെ 2 പേരെ ഞാൻ വള്ളിക്ക് കൊണ്ടുപോകും. എന്നിട്ട് ഞങ്ങളെ കൊണ്ട് ഞാൻ വള്ളി വലിപ്പിച്ചാണ് ഞങ്ങളുടെ വീട് നടത്തിക്കൊണ്ടിരുന്നത്. ഞങ്ങളുടെ വീട്ടിലങ്ങനെ പണിയാൻ പോകാൻ പറ്റിയവരൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് പിള്ളേരെ കൊണ്ടുപോകണം. എൻ്റെ ഓർമ്മയിൽ ഞാൻ ഈ മീന് തപ്പി പിടിക്കാൻ തുടങ്ങിയിട്ട് ഒരു 35 വർഷമെങ്കിലും ആയിട്ടുണ്ട്. പിന്നെ അച്ഛനുമായിട്ട് പണിക്ക് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് അച്ഛൻ മരിച്ചത്. ഞാനും എൻ്റെ കൂടെ ഒരു ചേച്ചിയുടെ ഭർത്താവും ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടും അച്ഛനുമായിരുന്നു. പുത്തൻകാവ് ആശുപത്രിയിൽ കൊണ്ടുപോയി. അപ്പം നേരത്തെ തന്നെ മരിച്ചായിരുന്നു. ശരിക്കും ഇങ്ങനെ പണിക്കൊന്നും ഇറങ്ങിയിട്ടില്ല അന്നേരം, അച്ഛനുള്ളത് കൊണ്ട്. പിന്നെ അമ്മ തന്നെ പോകാൻ തുടങ്ങി കഴിഞ്ഞിട്ട് പിന്നെ പിള്ളേരൊക്കെ തമ്പുരു അന്നേരം 2ാം ക്ലാസ്സിൽ പഠിക്കേ. പിന്നെ തമ്പുരു ഒരുമാതിരി ഇത്തിരി ആയപ്പോഴത്തേനും 2ാമത്തെ ആൾ ജനിച്ച്. അവൻ ഒരു 2 വയസ്സായപ്പോൾ തൊട്ട് ഞാനും പിന്നെ അമ്മയുടെ കൂടെ പോകാൻ തുടങ്ങി. അത് കഴിഞ്ഞ് പിന്നെ തമ്പുരു പ്രായമായപ്പോഴത്തേനും 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴേ തമ്പുരു ഞാനും അമ്മയും തനിയെ പോകാൻ തുടങ്ങി. എൻ്റെ ഒരു മാമൻ്റെ അമ്മയുണ്ട്, അമ്മയുടെ അച്ഛൻ്റെ പെങ്ങള്. അപ്പോൾ പുള്ളിക്കാരിയാണ് എന്നെ ആദ്യമായിട്ട് ഇങ്ങനെ മീൻ പിടിക്കാൻ കൊണ്ടുപോയത്, പുഴയിൽ കൊണ്ടുപോയത്. അനിയനും വേറെ 4 പേരുണ്ട് താഴത്ത്. അപ്പോൾ അവരുടെയൊക്കെ ഒരു കാര്യം നോക്കണമെങ്കിൽ ഞാനും കൂടി ഈ പണിക്ക് പോയാലേ, വേറെ ജോലി ഇല്ലാത്തതുകൊണ്ട് അമ്മമ്മക്കൊക്കെ വേറെ ജോലി ഇല്ലാത്തതുകൊണ്ട് ഇതിന് തന്നെ പോകേണ്ടി വന്നത്. ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കുറവായതുകൊണ്ട് ഒരാളും കൂടി പോയിട്ടുണ്ടെങ്കിൽ അത്രയും കൂടി പൈസ കിട്ടുമല്ലോ, അവരുടെയെങ്കിലും കാര്യം നടക്കുമല്ലോ എന്ന് ഓർത്തിട്ട് അങ്ങനെ പോയതാണ്. ആ സമയത്ത് വലയൊന്നും മേടിക്കാൻ നമ്മളെ കൊണ്ട് സാമ്പത്തികം ഒന്നും ഇല്ലായിരുന്നു. അപ്പം ഈ കൈ കൊണ്ടുള്ള പിടിക്കാൻ മാത്രമേ അറിയാവുള്ളായിരുന്നു. അമ്മയൊക്കെ ഇത് ശീലിച്ചപ്പോൾ ഞാനും അതിനകത്ത് ഇട്ട് തന്നെ പോയി. അവരേലും പൈസ ഇല്ല, നമുക്കും ഒന്നും ഇല്ലായിരുന്നു. സാമ്പത്തിക സ്ഥിതിയൊന്നും അത്ര ഇല്ലായിരുന്നു. അത്ര വരുമാനമൊന്നും നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നില്ലല്ലോ. അപ്പം അങ്ങനെയൊക്കെ ആയിരുന്നു വന്നത്, മേടിക്കാൻ പറ്റാതെ വന്നത്. ഒരു ദിവസം ഏകദേശം എങ്ങനെ പോയാലും ഒരു 1000 രൂപ അടുത്ത് കിട്ടും. ചില ദിവസം 250 രൂപ, ചില ദിവസം ഒന്നും കിട്ടാതെ വന്ന ദിവസമുണ്ട്. 2 മീൻ 4 മീനൊക്കെ ആയിട്ട് മാത്രം കയറി വന്ന ദിവസങ്ങളൊക്കെ ഉണ്ട്. അന്ന് ഒന്നും ചെയ്യില്ല, വീട്ടിൽ വന്ന് ആ കിട്ടണ മീൻ കറി വെച്ചിട്ട് കഴിച്ചിട്ട് മാറി കിടക്കും. ആഴമുള്ള വെള്ളത്തിലിറങ്ങുമ്പോൾ ആദ്യമൊക്കെ പേടിയായിരുന്നു. ഇപ്പം പേടിയില്ല. ഇപ്പം നേരത്തെ നീന്താനൊന്നും അറിയില്ലായിരുന്നു. ഇപ്പം എത്ര ആഴമുള്ള വെള്ളത്തിലാണേലും ഇറങ്ങുമ്പോൾ പേടിയൊന്നുമില്ല. ഞങ്ങളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ പോണത് ഒരു 5 പേരാണ്. ബാക്കി എല്ലാവരും വേറെ ജോലിക്ക് പോകുന്നവരുണ്ട്. പിന്നെ കുറച്ച് പേര് മരിച്ചൊക്കെ പോയവരുണ്ട്. അങ്ങനെ ഇപ്പം മൊത്തത്തിൽ ഈ പണി സ്ഥിരം ചെയ്യുന്ന ഒരു 5 പേരേ ഉള്ളൂ. ഒരു വർഷം മിക്ക ദിവസങ്ങളിലും പോകാറുണ്ട്. അതായത് തക്കം അനുസരിച്ച്. വെള്ളപ്പൊക്ക സമയത്തൊന്നും പോയിട്ട് ഒരു കാര്യമില്ലൊന്നും കിട്ടൂല. മഴക്കാലത്ത് കുറെയൊക്കെ പട്ടിണിയായി.
റേഷൻ അരിയൊക്കെ കിട്ടുമല്ലോ, അപ്പം അതിൽ കഞ്ഞി വെച്ച് ഉപ്പൊക്കെ ഇട്ട് കുടിച്ചിട്ടൊക്കെ ആയിരിക്കും. എല്ലാവരുടെയും വീട്ടിൽ കുറേ നാളത്തേക്ക് ഉണ്ടാകും. പക്ഷെ നമ്മളെപ്പോലെ ഇതിന് പോണ ആൾക്കാരൊക്കെ കുറച്ച് ദാരിദ്ര്യത്തിൽ തന്നെ ആയിരിക്കും മഴക്കാലത്ത്. ഒരു ദിവസം ഒരു 5-6 മണിക്കൂറെങ്കിലും ഞങ്ങൾ വെള്ളത്തിൽ കിടക്കാറുണ്ട്. മീനൊക്കെ പിടിച്ചു കഴിഞ്ഞിട്ടേ ചിലപ്പം ഒരു 2 മണിയൊക്കെ ആകുമ്പോഴത്തേനുമാണ് കഴിയണമെങ്കിൽ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വരാതെ ഇടയ്ക്ക് ബോട്ട് ജെട്ടി ഉണ്ടാകും, മാർക്കറ്റിൻ്റെ അടുത്ത് തന്നെയുള്ള ബോട്ട് ജെട്ടി ഉണ്ടാകും. അപ്പോൾ അവിടെ കയറിയിട്ട് ബോട്ട് ജെട്ടിയിൽ കിടന്ന് ഉറങ്ങിയിട്ടാണ് പിന്നെ അടുത്ത ബോട്ട് വരുമ്പോൾ നമ്മൾ എണീറ്റിട്ട് മാർക്കറ്റിന് സമയമാകുമ്പോൾ പോയിട്ട് മാർക്കറ്റിൽ കൊണ്ട് മീനൊക്കെ കൊടുത്തിട്ട് തിരിച്ചു വരുന്നത്. വലിയ മീന് 1 കിലോയ്ക്ക് 500 രൂപ, മുഴുപ്പനുസരിച്ച് 500, 550, 600 അങ്ങനെ കൊടുക്കും. ചെറുത് 250-ൻ്റെ തൂക്കമുണ്ട്, 300-ൻ്റെ ഉണ്ട്, 400-ൻ്റെ, അങ്ങനെ ഒരേ തിരിഞ്ഞ്. പിന്നെ ചെമ്മീൻ ഞണ്ടൊക്കെ കിട്ടുകയാണെങ്കിൽ അത് വേറെ ഇനം അങ്ങനെ കൊടുക്കും. എനിക്ക് ചിലപ്പോൾ 4000 രൂപ കിട്ടും, ചിലപ്പോൾ 2000 രൂപ കിട്ടും, ചിലപ്പോൾ ഒന്നും കിട്ടുകയില്ല. ഇത്രയൊക്കെ പോയാലും ആർക്കും ഒന്നും കിട്ടിയില്ല. ഒരു 500 രൂപയുടെ മീനെങ്കിലും എനിക്ക് കിട്ടും. എന്താണെന്ന് വെച്ചാൽ ഞാൻ അതുവരെ കിടക്കും വെള്ളത്തിൽ. ചിലപ്പോൾ നാളെ ഇപ്പോൾ കൊച്ചിൻ്റെ ഫീസ് അടക്കണം എന്നുള്ള ഒരു ഇതിലായിരിക്കും നമ്മൾ പോണത്. ആ ഫീസ് അടക്കാൻ കുറച്ച് നമ്മുടെ കയ്യിലും ഉണ്ടാക്കി ബാക്കി ആരോടെങ്കിലും മേടിച്ചിട്ട് മറ്റന്നാൾ കൊടുക്കുക. അങ്ങനെയൊക്കെയാണ് നമ്മൾ കണക്ക് കൂട്ടി ചെയ്യണത്. ഒരു ആളെ പഠിപ്പിച്ചിട്ട് ഇപ്പം 1.5 ലക്ഷം രൂപ കഴിഞ്ഞു. ആ 1.5 ലക്ഷം രൂപ അടച്ചു തീർത്തെന്ന് പറഞ്ഞാൽ ഈ മീനിൻ്റെ പണി കൊണ്ട് തന്നെ നമുക്ക് കിട്ടിയതാണ്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ 2000 രൂപയുടെ മീൻ കിട്ടി, ആ 2000 കൊടുത്തിട്ട് അടച്ചു. ഒരു പ്രാവശ്യം 8400 അടക്കേണ്ടത് 4 പ്രാവശ്യമായിട്ടൊക്കെ അടച്ചു തീർക്കണം. മീൻ കൊണ്ടുപോയാൽ മാർക്കറ്റിൽ ചിലവാകാതെ ചില സമയങ്ങളുണ്ടാവും. മതക്കം വരും എന്ന് പറഞ്ഞാൽ നല്ല തക്കാവുമ്പോഴത്തേനും എല്ലാ തരം മീൻ പണിക്കാർക്കും മീനുണ്ടാവും. അപ്പോഴത്തേനും ചിലവാകുകയില്ല. അപ്പം നമ്മൾ ഓർഡർ പിടിച്ച് ആരെങ്കിലൊക്കെ വിളിച്ചു വരുത്തി, നമ്മൾ അറിയാവുന്നവരെയൊക്കെ വിളിച്ചു വരുത്തി കൊടുക്കും. പിന്നെ ഞാനും അമ്മയും രാണി ചേച്ചിയും എൻ്റെ കൂടെ വന്ന കൊച്ചും കൂടി പോയപ്പോഴാണ് വള്ളം മുങ്ങിയത്. കാറ്റ് വന്ന് വള്ളം മുങ്ങി മൊത്തം സാധനം പോയി. ഐസ് പെട്ടി പോയി, പെട്രോൾ, അങ്ങനെ എല്ലാമായിട്ട് ഞങ്ങൾ പോണത്. അത് പോയി. വള്ളം ഒരു വശം മൊത്തം പൊളിഞ്ഞ് 2 മണി രാത്രിയായപ്പോൾ പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വിളിച്ച് പറഞ്ഞ് എൻ്റെ കെട്ടിയവനും മൂത്ത മകനും കൂടി വന്നാണ് ഞങ്ങളെ വേറൊരു വള്ളത്തേൽ കെട്ടിവലിച്ച്, ആ വള്ളവും കെട്ടിവലിച്ച് ഞങ്ങളെയും കൊണ്ടുവന്ന് വീട്ടിലെത്തിച്ചു. പിന്നെ ആ വള്ളം കയറ്റി വെച്ച് ഒരു 5 മാസത്തോളം എനിക്ക് പണിക്ക് പോകാൻ പറ്റിയില്ല. ആ വള്ളവും ഇല്ല, എഞ്ചിനും ഒക്കെ കേടായി, വെള്ളം കയറി. അങ്ങനെ എനിക്ക് വയ്യാണ്ടായി. പിന്നെ എൻ്റെ വള്ളം കയറ്റി വെച്ചേക്ക് ഇറക്കാൻ ഒരു രക്ഷയില്ല. അങ്ങനെ പിന്നെ മീൻ കൊടുക്കണ കമ്പനിയിൽ നിന്ന് വിളിച്ച് പറഞ്ഞാൽ പൈസ തരും. അങ്ങനെ വിളിച്ച് പറഞ്ഞ് പിന്നെ വള്ളം ഇറക്കി വീണ്ടും ഞങ്ങൾ ഈ പണിക്ക് പോയി. നമ്മുടെ എല്ലാ കാര്യങ്ങളും ഈ ഒരു ഇതുകൊണ്ടാണ്. വേറെ ഒരു കാര്യങ്ങളെന്ന് പറഞ്ഞാൽ എൻ്റെ 5 മക്കൾ തമ്പുരു മാത്രമേ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. അവൾ പിന്നെ കൂടപ്പിറപ്പങ്ങളുടെ ആ ഒരു ഇതുകൊണ്ട് നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട് എല്ലാം ചെയ്ത് ഇങ്ങനെ കൂടി നിന്ന്. ഞാൻ വേറെ ജോലിക്കൊക്കെ പോയിട്ടുണ്ട്. ഡ്രൈവിംഗ് സ്കൂളിൽ പഠിപ്പിക്കാനൊക്കെ പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ പകല് ഡ്രൈവിംഗ് സ്കൂളിൽ പോകും, പിന്നെ ബേക്കറിയിൽ പോയിട്ടുണ്ട്, ബേക്കറി സ്റ്റാഫായിട്ട് പോയിട്ടുണ്ട്. അങ്ങനെ ഓരോ ജോലിക്കൊക്കെ പോയിട്ടുണ്ട്. എന്നാലും അവിടെ പകല് പോയിട്ട് രാത്രി ഞാൻ ഈ ജോലിക്കും പോകുമായിരുന്നു. എന്നാലും എവിടെ പോയാലും ഈ ജോലി വിട്ട് കളയാൻ തോന്നൂല. പകൽ അവിടെയും പോകും, രാത്രി ഇവിടെയും പോകും, തൊഴിലുറപ്പിന് പോകും, എന്നിട്ടും രാത്രി ഈ ജോലിക്ക് പോകും. ഞങ്ങൾ പിന്നെ മീൻ പിടിക്കാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ഇറങ്ങുമ്പോൾ ഞങ്ങൾക്കൊരു ശീലമുണ്ട്. എന്നാന്ന് വെച്ചാൽ ഈ കരിമീൻ വള്ളി എന്നും പറഞ്ഞൊരു ഇലയുണ്ട്. ആ ഇല പറിച്ച് ആദ്യം ഇവള് വരജ പറിക്കും. അപ്പുറം ഞങ്ങളും പറിച്ച് കഴുകി തൂത്തിട്ടാണ് വെള്ളത്തിൽ ഇറങ്ങി മീൻ പിടിക്കണം. അത് തൂത്താൽ നമുക്ക് മീൻ കിട്ടുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. കൂടുതൽ മീൻ കിട്ടും. അങ്ങനെ ഞങ്ങൾ തപ്പിക്കൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും ഒരാൾക്ക് ആദ്യം കിട്ടണ ഇതിന് ഞങ്ങൾ കൈക്കര എന്നാണ് പറയണത്. കൈക്കര കിട്ടിയെന്ന്. അപ്പോൾ ഞങ്ങൾ ചോദിക്കും, തമ്മിൽ ചോദിക്കടി ആർക്കൊക്കെ കൈക്കര കിട്ടി. അന്നേരം കിട്ടിയവർ പറയും എനിക്ക് കിട്ടി. അല്ലെങ്കിൽ ആദ്യം കിട്ടുമ്പോൾ എനിക്കാണ് കിട്ടുന്നത്. ഞാൻ പറയും എനിക്ക് കൈക്കര കിട്ടാന്ന് പറയും. അപ്പോൾ ഇവളാണ് പറയുന്നത്. ഇവളാണെങ്കിലും പറയും, വനജയാണ് പറയും എനിക്ക് കൈക്കര കിട്ടാ, എല്ലാവരും ഇറങ്ങിക്കോ എന്ന് പറയും. കൈക്കര കിട്ടി. അങ്ങനെ ഈ കൂടെ പോണ ഞങ്ങൾക്ക് 3-4 പേർക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് കൈക്കര കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ അറിയാമല്ലോ ഇന്നയാൾക്ക് കിട്ടിയില്ലെന്ന്. അപ്പം രഹസ്യമായിട്ടൊരു മീൻ പിടിച്ച് അടിയൽ കൂടി കൊണ്ട് ഇവളുടെ കയ്യിൽ ഞങ്ങൾ കൊടുക്കും. അതാരും അറിയേല. ഞാൻ കൊടുക്കുകയാണെങ്കിൽ ആ കൊടുക്കണ ആളും മേടിക്കണ ആളും കൊടുക്കണ ആളും മാത്രമേ അറിയുള്ളൂ. അതുപോലെ ഞങ്ങൾ ചെയ്യൂ. അതൊക്കെ ഒരു രസമല്ലേ.
അത് കഴിഞ്ഞ് എവിടെയെങ്കിലും ഒരു മീനാറിയെന്നും പറഞ്ഞൊരു ഇലയുണ്ട്. ആ ഇല കാണുമ്പോൾ എല്ലാം ചാടിപ്പറിക്കും. ഇല കൈ തൂക്കാനാണ്, മീൻ കിട്ടാൻ വേണ്ടിയാണ്. അതും ഒക്കെ പറിച്ചെടുക്കും. അത് ഒരാൾ പറിക്കുമ്പോൾ കൂടെ ഒക്കെ പറിച്ചെടുക്കും ഞങ്ങൾ. ഇതൊക്കെ കൈ തൂത്തിട്ടാണ് ഞങ്ങൾ ഇറങ്ങി മീൻ പിടിക്കുന്നത്. 1 മണിക്കൂറോളം ഞാൻ ഞണ്ട് കടിച്ചിട്ട് വിടാതെ വെച്ചുകൊണ്ടിരുന്നത്. അനങ്ങാതെ വരുമ്പോഴേ ഇത് വിടുകയുള്ളൂ. അനങ്ങിപ്പോയ ഇറുക്കും കയ്യിൽ. ഈ കല്ലിനകത്ത് തന്നെ ഇട്ട് ഇവരെന്നെ നോക്കിയിരുന്ന്, ഇവർ തപ്പാതെ കൂടെ നോക്കിയിരിക്കുക. ഞാൻ വരണ്ടേ കൂടെ, രാത്രിയല്ലേ നമുക്ക് പേടിയാകെ. എന്നിട്ട് ഞാൻ 1 മണിക്കൂർ ഇരുന്നേച്ചാണ് ആ ഞണ്ട് വിട്ടപ്പോൾ കൈ വലിച്ച് ഇപ്പോഴാണ് ഞങ്ങൾ ഈ മഴ പെയ്യുമ്പോഴും ഇടിവെട്ടുള്ളപ്പോഴൊക്കെ കയറിയിരിക്കണം. പണ്ടൊക്കെ എങ്ങനെയാണെന്ന് പറയാം, ഞങ്ങൾ മുങ്ങിക്കിടക്കുമായിരുന്നു വെള്ളത്തിൻ്റെ അടിയിൽ. നമുക്കറിയില്ലല്ലോ ഇതിങ്ങനെ കൊള്ളുവെന്ന, ഈ മിന്നൽ കൊള്ളുവെന്ന് അങ്ങനെയൊന്നും അറിയില്ലായിരുന്നു. അന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ വെള്ളത്തിലിറങ്ങി മുങ്ങിക്കിടക്കുമായിരുന്നു ഈ ഇടിവെട്ടും മിന്നലും വരുമ്പോൾ. അത് കഴിഞ്ഞാണ് പിന്നെ ഈ വലക്കാരും അവരൊക്കെ വന്ന് പറഞ്ഞ് വഴക്ക് പറഞ്ഞ് നിങ്ങളങ്ങനെ മുങ്ങിക്കിടക്കരുത്, നിങ്ങൾ ഏതെങ്കിലും വീട്ടിൽ കയറിയിരിക്കേ, ഇപ്പം മഴ മാറുമ്പോൾ പോരാന്നൊക്കെ പറയും. അങ്ങനെ കയറും ഞങ്ങൾ. ഇതേ കൈ കണ്ട ആ കല്ലിനകത്തുനിന്ന് ഒരഞ്ഞൊരഞ്ഞ് വരുന്ന ഭാഗങ്ങളാണ് ഇതൊക്കെ. നമ്മുടെ മുഖത്ത് തന്നെ ഇങ്ങനെ പിടിക്കാൻ പറ്റില്ല, അരവാണ്. അത് ഈ കല്ലിനെയും പിന്നെ മുരിഞ്ഞെന്ന് പറഞ്ഞ സാധനമുണ്ട്, ആ സാധനം കൈക്കിട്ട് കൊള്ളുമ്പോഴാണ് ഈ മുള്ളു പോലെ മുഖമൊന്നും നമുക്ക് കഴുകാൻ പറ്റില്ല. അത്രയ്ക്ക് അരവാണ് ഞങ്ങളുടെ കൈകൾ. ഞാൻ മാസകൂലിക്ക് വെള്ളം എടുക്കാൻ പണിക്ക് പോയിക്കൊണ്ടിരുന്നു. എന്നിട്ട് കിട്ടുമ്പോൾ എന്തെങ്കിലും പൈസ കൊടുക്കും. അങ്ങനെ കൂലി വെള്ളത്തിലാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. അല്ലാതെ എനിക്ക് സ്വന്തം വെള്ളമൊന്നും ഉണ്ടായില്ല. ഇപ്പം എൻ്റെ മകള് പിന്നെ ലോൺ വെച്ചൊരു വെള്ളം മേടിച്ചിട്ടുണ്ട്, അതിട്ട് കൊള്ളുകയില്ല. ഇപ്പം ഒരു 2 പേർക്ക് കയറാൻ പറ്റുകയില്ല. അതിനു മുമ്പ് വെള്ളം കയറും. എനിക്ക് ആസ്മ ഉണ്ടല്ലോ, അപ്പം ചിലപ്പം വെള്ളത്തിൽ വെച്ച് എനിക്ക് അങ്ങനെ വന്നിട്ട് ഞങ്ങൾ പലപ്പോഴും തിരിച്ചു വരേണ്ടി വന്നിട്ടൊക്കെ ഉണ്ട്. ഇൻഹേലറൊക്കെ അടിച്ചാലും വെള്ളത്തിൽ ചിലപ്പോൾ കിടക്കും, വെള്ളത്തിൽ ഇൻഹേലർ അടിച്ച് കിടന്നാലും തിരിച്ചു വരേണ്ട അവസ്ഥയൊക്കെ വന്നിട്ടുണ്ട്. അപ്പം അത്ര ദൂരത്തിൽ നിന്ന് ഇവിടെ വന്നിട്ടായിരിക്കും ചിലപ്പോൾ ഹോസ്പിറ്റലൊക്കെ പോകുന്നത്. അപകടമൊക്കെ ഉണ്ടാവും, ഒത്തിരി അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു ചേച്ചി എന്നെ പിടിച്ചോണ്ട് നീന്തി കടന്ന, പക്ഷെ പുള്ളിക്ക് നീന്താൻ അറിയാൻ പാടില്ലായിരുന്നു. പുള്ളി എന്നെ താഴ്ത്തി, ഞാനങ്ങ് താഴ്ന്നു പോയിട്ട് ഞാൻ താഴ്ന്നു പോകണ കണ്ടുകൊണ്ട് എൻ്റെ അപ്പച്ചിയുടെ മകളോടി വന്നപ്പോഴത്തേനും അവളെയും പിടിച്ച് താഴ്ത്തി. പിന്നെ ഒരു വലക്കാരൻ ചേട്ടൻ വന്നാൽ ഞങ്ങളെ രക്ഷപ്പെടുത്തിയത് ജീപ്പും കുഴിയിൽ. അപ്പം എൻ്റെ 2ാമത്തെ മകന് 3 മാസം പ്രായമേ. അയ്യോ, അതാണ് ഏറ്റവും ദുർഘടം പിടിച്ചൊരു ദിവസം. എൻ്റെ ദൈവമേ, എനിക്ക് സങ്കടം തയ്ക്കാമല്ലോ. എൻ്റെ മകനെ എനിക്ക് കാണാൻ പറ്റുമോ എന്ന് ഞാൻ ഓർത്തു. ഇളയ മകനെ മാത്രം ഗർഭിണിയായപ്പോൾ എനിക്ക് പോകാൻ പറ്റില്ല. എന്നാന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് മേലാലികളെ ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടറോട് ഞാൻ ചോദിച്ചു, വെള്ളത്തിലെ പണിയാണ് പോകാവാന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു പോകണതിന് കുഴപ്പമില്ല, മുങ്ങരുതെന്ന് പറഞ്ഞു, മുങ്ങി മീൻ പിടിക്കരുതെന്ന് പറഞ്ഞു. അത് കാരണം പിന്നെ പോയില്ല. 10 മാസം വരെ പിന്നെ അങ്ങനെ ഇരുന്ന്. 4ാമത്തെ ആളാവും പിന്നെ പ്രസവത്തിന് 3-4-5 ദിവസം ഉള്ളപ്പോൾ വരെ ഞാൻ പോയിട്ടുണ്ട്. അന്നേരം ഒന്നും കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ ഇളയ ആളെ ഇങ്ങനെ 5ാമത്തെ പ്രസവമല്ലേ, അപ്പം എനിക്ക് ഇത്തിരി ആരോഗ്യക്കുറവും എല്ലാം ഉണ്ടായിരുന്നു. ഇവിടെ മുട്ടിയില്ല. ഏത് മീൻ തൊട്ടാലും അറിയാം. ഞാൻ ചെമ്പല്ലി പിടിക്കണേന്ന് പറഞ്ഞാൽ ചെകിളക്കൈയിട്ടാണ്. സിലോപ്പി പിടിക്കണതും അതുപോലെ തന്നെ. അപ്പം ചെമ്പല്ലിയുടെ ചെകിളക്ക് ഭയങ്കര അരവ, സിലോപ്പിയുടെ ചെകിള മെഴുമെഴാന്നിരിക്കും. അപ്പം നമുക്ക് അറിയാൻ പറ്റും. അപ്പം പിടുത്തത്തിൻ്റെ ഇത് കൂട്ടും. കിട്ടാതെ ഉണ്ടെങ്കിൽ തെരണ്ടി കിട്ടുകയില്ല, പിന്നെ തിരുത കിട്ടുകയില്ല. ബാക്കി എല്ലാ തരം മീനുകളും നമ്മുടെ കയ്യിൽ കിട്ടും. ഞങ്ങളുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് പോലും അറിയില്ല, ഇങ്ങനെ മീൻ പിടിക്കാൻ പോകുന്നെന്ന് മാത്രമേ അറിയുള്ളൂ. ഇത് എങ്ങനെ പിടിക്കുന്നെന്ന് ഒരാൾക്കും അറിയില്ല. ഞാൻ കുറച്ചും കൂടി പ്രായം കുറഞ്ഞതായതുകൊണ്ട് എനിക്കിതെല്ലാം പുറത്തോട്ട് എത്തിക്കണമെന്ന് തോന്നി. എൻ്റെ ചാനലിലൂടെ തന്നെയാണ് ഇതെല്ലാവരും അറിഞ്ഞു തുടങ്ങിയത്. എൻ്റെ ഫേസ്ബുക്ക് ചാനലിലൂടെയാണ് ഇത് അറിഞ്ഞത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞിട്ട് അവരും കൂടി എന്നെ സഹായിച്ചിട്ട് ആണ് ഇതെല്ലാം ചെയ്തത്. ചാനലിൻ്റെ പേര് തമ്പുരു എന്നാണ്, അത് തന്നെയാണ്. പിന്നെ ക്യൂൻ ഫിഷർ എന്നും പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിലും ഉണ്ട്. വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് പ്രവീൺ എന്നും പറഞ്ഞൊരു ഫ്രണ്ടും ഉണ്ട്, പിന്നെ ബിജോയ് എന്ന് പറഞ്ഞൊരു ഫ്രണ്ടും ഉണ്ട്. ഇവർ രണ്ടുമാണ്. പിന്നെ മനു ഉണ്ട്. അങ്ങനെ 3 പേരാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്ത് വരുന്നത്.
ഷൂട്ട് ചെയ്യാനൊക്കെ വരുന്നത്. എഡിറ്റ് ചെയ്ത് ഇവർ തന്നെയാണ്, ഇത് പോസ്റ്റ് ചെയ്യുന്നതൊക്കെ ഇവർ തന്നെയാണ്. തമ്പുരു ഞാൻ പരിചയപ്പെടുന്നത് എൻ്റെ ചേട്ടൻ്റെ ഫ്രണ്ടായിട്ടാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. അപ്പോൾ സ്റ്റുഡിയോയിൽ എഡിറ്റിങ്, ചെറിയ ചെറിയ ഷൂട്ടിങ് പരിപാടിയൊക്കെ ആയിട്ട് തമ്പുരു എത്തുമ്പോൾ ഞങ്ങൾ സംസാരിച്ച് എന്താ നേരത്തെ ചെയ്തത് ജോലി അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു വന്നപ്പോഴാണ് മീൻ പിടുത്തം എങ്ങനെയാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഒരു കൗതുകത്തിൻ്റെ പുറത്ത് ഇതൊന്ന് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ച ഒരു ദിവസം ഇങ്ങോട്ട് വന്ന് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് സത്യത്തിൽ മനസ്സിലാവുന്നത് ഇത് ഇത്രയും ഒരു ടാസ്ക് പിടിച്ച പരിപാടിയാണ്. ഇത് ഒന്ന് എന്താ പറയുക, ഇത് ആൾക്കാർ കുറച്ചും കൂടെ ഒന്ന് അറിയണം, തമ്പുരു എങ്ങനെയാണ് ഇത്രയും കാലം ഒന്ന് മീൻ പിടിച്ചോണ്ടിരുന്നതൊക്കെ ഒന്ന് അറിയണം എന്നുള്ള ഒരു ഇതിലാണ് തമ്പുരുവിൻ്റെ അക്കൗണ്ടിൽ തന്നെയാണ് പോസ്റ്റ് ചെയ്തത് നേരെ ഇങ്ങോട്ട്. അങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് സോഷ്യൽ മീഡിയയിലേക്കുള്ള വരവ്. എൻ്റെ അമ്മയുടെ അമ്മയും അമ്മയുടെ ചേച്ചിയും എല്ലാവരും ഈ ഒരു ജോലി ചെയ്തിട്ടാണ് ജീവിച്ചു വരുന്നത്. പക്ഷേ അവരുടെ മക്കളായ എനിക്ക് സത്യം പറഞ്ഞാൽ ഇവരെ അറിയില്ലായിരുന്നു ഇവരെങ്ങനെയാണ് ജോലി ചെയ്തിട്ട് വന്നത്. ഇവർ എപ്പോഴും ചന്തയിൽ കൊണ്ടേ കൊടുത്തിട്ട് രാവിലെ എൻ്റെ അമ്മയുടെ അമ്മ വരുമ്പോൾ ആ ഒരു പൊറോട്ട എന്തെങ്കിലും പൊതിയ ഉണ്ടാവും. അപ്പോൾ അത് ഞാൻ രാവിലെ എണീറ്റ് വന്ന് കഴിക്കുമെന്നല്ലാതെ ഇത് എന്ത് കൊടുത്തിട്ടാണ് എങ്ങനെയാണ് ഇവർ മീൻ പിടിച്ചത് എന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. അമ്മക്കും ഒക്കെ ഭയങ്കര സന്തോഷമാണ്. എല്ലാം ഇവിടെ വരുമ്പോൾ വല്യമ്മമാരൊക്കെ ആണെങ്കിലും അവർ പുറത്ത് ചെല്ലുമ്പോൾ ഇങ്ങനെ തപ്പമ്മ വീഡിയോ ഒക്കെ കണ്ടിട്ട് അവരെല്ലാവരും തിരിച്ചറിയുന്നത് എന്നോട് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. അവരും ഭയങ്കര ഹാപ്പിയാണ്. ഇങ്ങനെ ലോകം ഞങ്ങൾ അറിഞ്ഞതിൽ ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ട്. എന്നാ വെച്ചാൽ ഒന്നും അല്ലാതെ ഞങ്ങളെ കുറച്ച് പേരെങ്കിലും ഒക്കെ അറിയാൻ തുടങ്ങിയില്ല. അതൊക്കെ തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. തമ്പുരു രക്ഷപ്പെട്ട എൻ്റെ മറ്റു മക്കളും ഞാനും രക്ഷപ്പെടും. അത് തന്നെയല്ല, നമുക്കൊരു സന്തോഷത്തിൻ്റെ ഒരു ദിവസങ്ങൾ ഈ വീഡിയോ ഇറങ്ങിയ പിന്നെ ഉണ്ടായത്. അതെ, ഞാൻ ഇതിനകത്തേക്ക് ഇങ്ങനെ തിരിച്ചറിയുന്നതിന് മുമ്പ് വരെ ഞാൻ സത്യം പറഞ്ഞാൽ ഏറ്റവും താഴ്ത്ത് കിടന്ന് എന്നെ ചവിട്ടി താഴ്ത്തിയൊരു രീതിയിലായിരുന്നു ഞാൻ ഈ നാട്ടിൽ ജീവിച്ചുകൊണ്ടിരുന്നത്. കുഞ്ഞിലേ മുതൽ ഞാൻ ഒരാൾ കൂടെ പോലും കൂട്ടാത്ത രീതിയിൽ ഒഴിവാക്കിയ വ്യക്തിയായിരുന്നു ഞാൻ. ഡ്രൈവിംഗ് പഠിക്കാൻ പോയി, അങ്ങനെ വണ്ടി എടുത്ത്, പിന്നെ നമ്മൾ ജോലിക്ക് പോയിട്ട് രാത്രിയൊക്കെ വന്നാലും ഒക്കെ മോശം ആയിട്ട് നമ്മൾ രാത്രി ജോലിക്ക് പോയിട്ട് വന്നാൽ അങ്ങനെ ഒരു മോശം രീതിയിലാണ് എല്ലാവരും സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം അതിൻ്റെ രീതി കുറേ മാറി. ഇനി ആരും ഈ മേഖലയിലേക്ക് വരാൻ സാധ്യതയില്ല. കാരണം എനിക്ക് ഉറപ്പില്ല, ഞാനാണെങ്കിൽ പോലും എൻ്റെ മോളാണെങ്കിൽ പോലും ഇതിലേക്ക് വരരുത്, എൻ്റെ സഹോദരങ്ങളും ഇതിനകത്തേക്ക് എത്തിച്ചേരരുത് എന്നുള്ളത് കൊണ്ടാണ് ഞാനും ചെറുപ്പത്തിലെ പഠിത്തം നിർത്തിയിട്ട് ഇതിനകത്തോട്ട് വന്നത്. കാരണം ഇതിൽ നല്ല കഷ്ടപ്പാടുണ്ട്. നമ്മൾ ഇപ്പോൾ ഈസി ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ ഈ പോകുന്നതും നമ്മുടെ ഉറക്കം പോകും, നമ്മൾ അത്രയും നേരം വെള്ളത്തിൽ കിടന്ന് കൈയും കാലും ഒക്കെ കേടായി മുറിഞ്ഞ് നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാകും. എൻ്റെ മോൾക്കൊന്നും തോട് പോലും മര്യാദ അറിയില്ല. എൻ്റെ മോളൊന്നും പുഴയെ പോലും ഞാൻ കുളിക്കാൻ വിടില്ല. ടെൻഷൻ എന്ന് പറഞ്ഞേ ഇതുങ്ങളൊക്കെ ഇതിലേക്കായി പോയി കഴിഞ്ഞാൽ ഈ മീൻ പിടിച്ച് നമ്മളില്ലേ പൈസ കിട്ടി മീന് കിട്ടിക്കഴിഞ്ഞാൽ ഇതൊരു ലഹരിയാണ്. അതിലേക്ക് പോയാൽ പിന്നെ നമ്മൾ എപ്പോഴും ഇങ്ങനെ വെള്ളത്തിലിറങ്ങി ഇങ്ങനെ നടക്കും. അന്ന് മീൻ പിടിക്കണമെന്ന് പറഞ്ഞാൽ അമ്മ ഇഷ്ടം പോലെ മീനുണ്ട്, മരപ്പള്ളത്തിയുണ്ട്, ചെമ്മീനുണ്ട്. ചെമ്മീനൊക്കെ കുത്തിയെടുക്കാം ഇങ്ങനെ. പക്ഷെ അതൊന്നും ഇന്നില്ല. പക്ഷെ കാശുണ്ടായില്ല, എന്നാലും കഴിയാനുള്ള വകുപ്പൊക്കെ ഉണ്ടായിരുന്നു അന്നൊക്കെ പണ്ട് കാലങ്ങളിൽ. ഇപ്പം ഉള്ളവർക്ക് എന്ത് കിട്ടിയാലും കാശ്. അന്ന് ഞങ്ങൾക്ക് ഇപ്പം ഞങ്ങൾ പിടിച്ചു കൊടുത്ത മീനുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ലക്ഷങ്ങൾ കിട്ടും. ഇങ്ങനെ മീൻ പിടിച്ചിട്ട് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ കാര്യം എന്താ? വലിയ സാധനം വാങ്ങിച്ചതോ അല്ലെ പിള്ളേരെ പഠിപ്പിച്ചതോ വീട് വെച്ച് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടാവില്ലേ? എന്തൊക്കെ? ഒന്നും ചെയ്തിട്ടില്ല. ഈ വെള്ളത്തിൽ നിന്ന് കിട്ടുന്നത് വെള്ളത്തിൽ പോകും പോലെ പോകും. അല്ലാതെ ഇന്നു വരെ ഒരു മുതൽക്കൂട്ടുണ്ടാക്കിയിട്ടില്ല. ഈ ഒരു ജോലി അറിയില്ലായിരുന്നെങ്കിൽ, പഠിച്ചില്ലായിരുന്നെങ്കിൽ ഞങ്ങളൊക്കെ എങ്ങനെ ആകുമെന്ന് പോലും അറിയില്ല. ഇതുകൊണ്ടാണ് എൻ്റെ മക്കളുടെ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. അതൊക്കെയാണ് ഏറ്റവും വലിയ കാര്യം. ഞാനൊരു ചെറിയ വീട് സ്വന്തമായിട്ട് വെച്ച് അതൊക്കെ ഈ മീൻ പിടുത്തം കൊണ്ട് തന്നെ, വേറെ പണിക്കൊന്നും പോകാറില്ല ഞാൻ. അപ്പോൾ ഈ ജോലി ഭയങ്കര ഇഷ്ടമാണ്. ഈ ജോലി കൊണ്ട് തന്നെയാണ് എല്ലാം നേടിയതും. അനിയന്മാരുടെ പഠിത്തവും അവർക്ക് ജോലി കിട്ടിയതും അനിയത്തിക്ക് ജോലി കിട്ടിയതും എല്ലാം ഈ ജോലി കൊണ്ട് തന്നെയാണ് നമ്മൾ നേടിയേക്കണം. പിന്നെ ഇപ്പം എൻ്റെ മോളെ ഞാൻ പഠിപ്പിക്കുന്നതും ഈ ജോലി ചെയ്തിട്ട് തന്നെയാണ്. ആ ജോലി ഇഷ്ടമാണ്. ജീവനുള്ള മീന് തൊടുമ്പോൾ തന്നെ ഒരു സന്തോഷം. ഉറക്കത്തിൽ സ്വപ്നം കാണും ചില ആളുകളിൽ മീൻ ഇരിക്കുന്നതും പിടിക്കുന്നതും ഒക്കെ. അങ്ങനെയൊക്കെ അത്രയ്ക്ക് ഇഷ്ടമാണ് ഞങ്ങൾക്ക് മീൻ പിടുത്താൻ. ഇതിഷ്ടമാണ്. നമ്മൾ ആരോടും കണക്ക് പറയണ്ടല്ലോ. നമുക്ക് കിട്ടിയെങ്കിൽ കിട്ടി, കിട്ടിയില്ല കിട്ടിയില്ല. ഒരു ദിവസമെങ്കിലും എനിക്കിത് പിടിച്ചില്ലെങ്കിൽ ഒരു സുഖവും ഇല്ല. വെള്ളത്തിൽ കിടക്കണം എങ്ങനെയെങ്കിലും, എത്ര തണുതാലും എനിക്ക് ആ വെള്ളത്തിൽ കിടക്കണം. അതിന് പോണതാ.
ഇങ്ങനെ മീൻ പിടിക്കണതും വള്ളിക്ക് പോണതും പിന്നെ കൂടെ നടന്ന ആൾക്കാരുടെ കാര്യങ്ങളും ഒക്കെ അതൊക്കെ ഓർക്കുള്ളു. എന്തിനാ സങ്കടം വന്നേ? എല്ലാരും പോയില്ലേ, ഞാൻ മാത്രല്ലേ ഉള്ളു. ഇത്രയും വർഷം ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ഇപ്പൊ ആലോചിക്കുമ്പോ എന്നാ തോന്നുന്ന മനസ്സില്? ഇനി എത്ര നാൾ പണിയാൻ പറ്റും, അങ്ങനെ ഒരു തോന്നലുണ്ട്. കൊണ്ടുറക്കമാണോ ചൂടുണ്ടോ വിയർപ്പുണ്ടോ നിന്നെ വീശുവാൻ വീണ കാറ്റിൽ